ഞാൻ ഇതിനു മുമ്പ് കള്ളിനെപ്പല്ലി ഒരു വീഡിയോ ഇട്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു പ്രശ്നമാണ് ഈ മതങ്ങൾ. ഐ ഡോണ്ട് നോ വൈ. എന്തിനാ മനുഷ്യൻ കിടന്ന് വഴക്കണ്ട? നീ എന്തി വിശ്വസിക്കുന്നു നീ വിശ്വസിക്കുക. നീ വിശ്വസിക്കുന്നില്ലേ നീ വിശ്വസിക്കണ്ട. വേറെ ഇടത്തിനെ പോയി നീ ചെയ്യുന്നതെല്ലാം തെറ്റാ, നിന്റെ വിശ്വാസമൊന്നും ശരിയല്ല എന്ന് പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ട്? എനിക്കെന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് ആവശ്യത്തിനുള്ള വിവരം വെക്കണമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നെ നീ വന്ന് പഠിപ്പിക്കേണ്ട ഇതെല്ലാം ബുൾഷിറ്റാണെന്ന് എന്നോട് വന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്കത് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. എനിക്ക് എന്തോ അനുഭവം ഉണ്ടായിട്ടാണല്ലോ ഞാൻ പോണു. ലക്ഷക്കണക്കിന് ആൾക്കാർ ശബരിമലയിൽ പോണു. ദേ ആർ ഗെറ്റിംഗ് സംതിങ് ഫ്രം ദർ. ആയിരക്കണക്കിന് ആൾക്കാർ വേളാങ്കണ്ണിക്ക് പോണു, ആൾക്കാർ മോസ്കിൽ പോണു, സിനഗോഗിൽ പോണു. ലെറ്റ് ദം ഹാവ് ഗുഡ് ടൈം ദർ. അവിടെ നന്നായിട്ട് പോയി അവരെല്ലാം പോയി അവരുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ, അവരുടെ സന്തോഷം ഉണ്ടെങ്കിൽ സന്തോഷം, അതെല്ലാം അവിടെ ഇറക്കി വെക്കട്ടെ. നിനക്കത് വിശ്വാസമില്ല, നീ വിശ്വസിക്കണ്ട. അതുപോലെ തന്നെ ഈ റിലീജിയസിന്റെ പൊക്കത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും പ്രശ്നക്കാർ. എനിക്കൊന്നും അവർക്കൊരു വിശ്വാസം ഇല്ലെന്നാ എനിക്ക് തോന്നുന്നു. ഇത് നമ്മുടെ അവിടെ യാക്കോബ സഭയിലെ അടി. കർത്താവ് വന്നു കഴിഞ്ഞാൽ പുള്ളി എന്നാ ചെയ്യും? പുള്ളി മൂന്ന് പ്രാവശ്യം കുരിശേപ്പം കൊണ്ട് വരും ഈ കളിയെല്ലാം കണ്ടു കഴിഞ്ഞാൽ. ഞാൻ ഒരു ജ്ഞാനായ സമുദായത്തിൽപ്പെട്ടയാണ്, കത്തോലിക്കനാ. ഈ ജ്ഞാനായക്കാരെല്ലാം കൂടി ഒരുമിച്ച് ഒരിടത്ത് നിന്ന് അവരവിടെ നിന്നോടുന്നേ. ഞാനിപ്പോ നിങ്ങൾക്ക് എന്നാന്ന് അവരുടെ വിശ്വാസം അവർ കീപ്പ് ചെയ്തോട്ടെ, അവര് വിശ്വസിക്കുന്നതൊക്കെ അവര് വിശ്വസിച്ചോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് കൊടുക്കുക. പൊളിറ്റിക്സ് എന്തിനാ ഈ ആവശ്യമില്ലാത്ത? അവര് അമ്പലത്തിൽ പോകണ്ടേ, അമ്പലത്തിൽ പോട്ടെന്നേ. അവരുടെ വിശ്വാസം അവർ കീപ്പ് ചെയ്യട്ടെ. അത് അന്ധവിശ്വാസം. ആര് പറഞ്ഞു? നിനക്കല്ലേ അത് അന്ധവിശ്വാസം? അവന് അന്ധവിശ്വാസം ഇല്ലല്ലോ. പാവപ്പെട്ട വളരെ നല്ല മനുഷ്യരാണ് ആക്ച്വലി. അവര് വളരെ സിമ്പിളായിട്ട് അവരുടെ റിലീജിയസ് സ്ഥലങ്ങളിൽ പോയി അവരവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ വിഷമങ്ങളും ഒക്കെ അവരവിടെ ഇറക്കി വെച്ചിട്ട് അവർ വരുന്നത്. അവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടാകുന്നുണ്ട്, ഉണ്ടായിക്കോട്ടെ. എനിവേ, ഞാൻ അധികം സമയമില്ല, അതുകൊണ്ട് ഞാൻ വെക്കും. അടുത്തതിൻ്റെ അകത്ത് പറയാം. ഓക്കെ, ബൈ ബൈ.